ടോണി അച്ചായൻസ് ഗോൾഡ് എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ചാരിറ്റി കുറെ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരാളാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാൾ എല്ലാത്തിലും പറയുന്നത് അച്ചായൻസ് ഗോൾഡ് അച്ചായൻ. ഇനി ഇയാളുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി, കാശ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നാടകീയതയിൽ കാശ് കിട്ടുന്ന ആളുകൾ ഇയാളെ കാലിലേക്ക് വീഴും, എന്നെ കൊലക്ക് കൊടുക്കാൻ എഴുന്നള്ളിക്കോളും, കരഞ്ഞു ഒച്ചമൊളി ഉണ്ടാക്കും. ഇങ്ങനത്തെ സ്കീം പരിപാടികളാണ് ഇയാൾ പലതിലും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എനിക്ക് ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് പല സ്ഥലത്തായിട്ട്. എനിക്ക് അവർക്ക് വേണ്ടി ജീവിക്കണ്ടേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എങ്ങനെയാണ് ടോണി അച്ചായൻ എയറിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 40 കടയ്ക്കൊപ്പം പാവപ്പെട്ട 40 കുടുംബത്തിന് വീട്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. 40 കടയാവുകയാണ്. ആ 40 കടയ്ക്കൊപ്പം 40 വീട്. യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ടോണി അച്ചായൻ ഈ 40 വീടും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് വെച്ച വീടുകളാണോ? അവർ പൊട്ടന്മാരൊന്നുമല്ല, അവർക്ക് പരിപാടി പിടിയിട്ടിട്ടുണ്ട്. ഞാൻ വളരെ നാച്ചുറൽ ആയിരുന്നില്ലേ? ആ കൂട്ടത്തില് ഒരു ഫാമിലിക്ക് അച്ചായൻ വീട് വെച്ചു കൊടുത്തു. കാലുകൊണ്ട് വയ്യാത്ത ഒരു ചേട്ടന്. എന്താ ഉറക്കം വരുന്നു. ഇത് നോക്ക്, നീ എന്തോന്നാ കിടന്ന് കാണിക്കാൻ നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. നീ കാണാൻ പോണേള്ളു. ഇവിടെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. വേറെ തോന്നരുതട്ടാ, ഡയലോഗിന് പഞ്ച് പോരാട്ടാ. അതൊക്കെയാടാ ഇതിന്റെ ഒരു നമ്പർ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു പാർട്ടി കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിന്നെ വിട്ടുന്ന എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ. അച്ചായൻ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള അച്ചായൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാർപ്പിടം നിർമ്മിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, അല്ലെങ്കിലോ ആണെങ്കിലോ അല്ലാന്ന് അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഈ ചേട്ടനെയും ചേച്ചിയെയും രജനീഷ് ബ്രോ ചെയ്തൊരു കണ്ടന്റിനകത്ത് ഞാൻ കാണാനിടയായി. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടിയ ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാണ്, പക്ഷെ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ലേ. സർക്കാരിന്റെ പ്രൊജക്ടുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു കോണ്ടന്റ്. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അച്ചായന്റെ റോൾ എന്താ? ഇനി ഞാൻ അറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക, അച്ചായന്റെ റോൾ എന്താ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഞാൻ എല്ലാവരെയും പറ്റിച്ചു, ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ്. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമല്ലേ. എന്റെ അറിവിൽ ലൈഫ് മിഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രൊജക്ട് ആണ്. എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? കേരള സർക്കാർ പൊട്ടന്മാരാ, പിണറായി വിജയനെയും പൊട്ടനാക്കിയ. അതെങ്ങനെ നിന്റെ നിലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട്. വരെ ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി ഏൽപ്പിച്ചത്. എന്റെ പൊന്നോ വേണ്ട. നിന്നെ ഇനി പരിസരത്തുണ്ടോ? കാണിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.